ശ്രീനാരായണ പരമഗുരുവേ നമ. കൊല്ലം ആശ്രമവിധാനത്ത് നാളെ രാവിലെ 10 മണിക്ക് നടത്തപ്പെടുന്നതായിരിക്കുന്ന മഹാസമ്മേളനം ഗുരു ഗാന്ധി സമാഗമ സമ്മേളനം എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളും ഗാന്ധിജിയും 100 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരി മഠത്തിലെത്തുകയും അവിടെ വെച്ച് രണ്ടുപേരും എടുത്തതായിരിക്കുന്ന തീരുമാനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആഹ്വാനമായിരുന്നു. വർണ്ണവ്യത്യാസങ്ങൾക്ക് അതീതമായി രാഷ്ട്രപിതാവ് നിലകൊള്ളണം എന്ന ഗുരുവിൻ്റെ ആശയത്തെ പൂർണ്ണമായും ശിവഗിരി മഠത്തിൽ വെച്ച് രാഷ്ട്രപിതാവ് ഉൾക്കൊണ്ടതിൻ്റെ 100ാമത് ശതാബ്ദി ആഘോഷങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ KC വേണുഗോപാൽ അവറുകളുടെ നേതൃത്വത്തിൽ കർണാടകയിൽ ഒരു മഹാസമ്മേളനം നടത്തിയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ശിവഗിരി മഠവും ഗാന്ധിജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നുകൊണ്ട് കൊല്ലം ആശ്രമ മൈതാനത്ത് വെച്ച് നടത്തുന്ന ഈ മഹാസമ്മേളനത്തിൽ 25-ൽ പരം ഇസ്ലാം പണ്ഡിത ശ്രേഷ്ഠന്മാരും ക്രൈസ്തവ സഭകളുടെ പരമാധ്യക്ഷന്മാരായിരിക്കുന്ന 25-ൽ പരം ബിഷപ്പുമാർ, ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന 50-ൽ പരം സന്യാസി ശ്രേഷ്ഠന്മാർ ചേർത്തിണക്കിക്കൊണ്ട് വർണ്ണവ്യത്യാസങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ടുള്ള മഹായതിപൂജയോടു കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിഭാവനം ചെയ്ത സർവ്വമത സമ്മേളനത്തിൻ്റെ സന്ദേശം 3 പണ്ഡിത ശ്രേഷ്ഠന്മാർ നൽകും. തുടർന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പരിനിർവ്വാണം, ഗുരുവിൻ്റെ മഹാസമാധി 3 മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രപതി ശിവഗിരി മഠത്തിൽ വെച്ച് അത് 3 വർഷം ആചരണം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ സന്ദേശം ശിവഗിരി മഠത്തിൻ്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ശുഭാംഗാനന്ദ സ്വാമികൾ ആ സന്ദേശം നൽകും. ഈ മഹാസമ്മേളനം തുടർന്ന് അതിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ സംബന്ധിക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ ചടങ്ങുകൾ. ആ മഹാസമ്മേളനത്തിന് സ്വാഗതമോതുന്നത് ഈ സ്വാഗത സംഘത്തിൻ്റേതായിരിക്കുന്ന ചെയർമാനും നമുക്കേവർക്കും പ്രിയപ്പെട്ടതായിരിക്കുന്ന അടൂർ പ്രകാശ് അവറുകളാണ്. തുടർന്ന് യോഗത്തിന് അധ്യക്ഷസ്ഥാനം ശിവഗിരി മഠത്തിൻ്റെ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതും ഈ മഹാസമ്മേളനത്തിൻ്റെ സന്ദേശം വിശിഷ്ടാതിഥിയായി എത്തുന്ന KC വേണുഗോപാൽ അവറുകൾ നിർവഹിക്കുന്നതും, തുടർന്ന് ഈ മഹാസമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുവാൻ ഏവർക്കും പ്രിയപ്പെട്ടതും യുവതാരവുമായിരിക്കുന്ന രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവറുകളാണ് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നിന്ന് ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും സ്റ്റാച്ചു അവിടെ നിന്നുള്ള പ്രയാണം വാഹന പ്രചരണയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വൈക്കത്ത് നിന്ന് ധ്വജവും പതാകയും അവിടെ നിന്ന് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് ശിവഗിരിയിൽ നിന്ന് ഇതിലേക്ക് തെളിയിക്കുവാനുള്ള ജ്യോതി പ്രയാണവും ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് ആശ്രമ മൈതാനത്തിൽ ഒത്തുചേരുകയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.